യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച. കാര്യങ്ങൾ വിചാരിച്ച പോലെ പോകുകയാണെങ്കിൽ ത്രിരാഷ്ട്ര കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ത്രിരാഷ്ട്ര സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറെന്ന് സെലൻസ്കിയും വ്യക്തമാക്കി. Well, we're going to work with Ukraine. We're going to work with everybody, and we're going to make sure that if there's peace, the peace is going to stay long term. This is very long term. We're not talking about a 2-year peace and then we end up in this mess again. We're going to make sure that everything's good. We'll work with Russia. We're going to work with Ukraine, and we're going to make sure it works. We need to stop this war, to stop Russia, and we need support American and European partners. We will do our best for this. I think we show that we are strong people, and we supported the idea of the United States, of personally of President Trump, to stop this war, to make a diplomatic way of finishing this war, and we are ready for trilateral, as President said. This is a good signal about. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മധു, വൈറ്റ് ഹൌസിൽ ഓവൽ ഓഫീസിലുണ്ടായ നിർണായക കൂടിക്കാഴ്ച, അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി ഇപ്പോൾ പുറത്തുവരികയാണ്. അലാസ്കയിൽ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് നിർണായകമായ ചില പ്രാധാന്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഈ ചർച്ചയിലൂടെ പുറത്തുവരുന്ന ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ യുക്രൈൻ റഷ്യ യുദ്ധം അത് പെട്ടെന്ന് അവസാനിക്കും എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രതികരണങ്ങളിൽ നിന്നും സെലൻസ്കി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അതിന് മറുപടിയായി ട്രംപ് പറയുന്നു പുടിനും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന താല്പര്യമുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എടുത്തുവരേണ്ട മറ്റൊരു കാര്യമാണ്, ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ വീണ്ടും അമേരിക്ക ഒരു നിർണായക ശക്തിയായി മാറുന്നു, ഒരു മധ്യസ്ഥ ശക്തിയായി മാറുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടം എന്താണ്? നമുക്ക് യുക്രൈനിൽ വളരെ പെട്ടെന്ന് ഒരു സമാധാനം പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഒരു വശത്ത് യുക്രൈനെതിരെ ശക്തമായ ആക്രമണമാണ് റഷ്യ ഇന്നലെ രാത്രിയിൽ അഴിച്ചുവിട്ടത്. ഏതാണ്ട് 14 പേരോളം കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്നിപ്പോൾ വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം വൈറ്റ് ഹൌസിൽ സെലൻസ്കി എത്തിയപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് സെലൻസ്കി അവിടെ നിന്ന് പോകേണ്ടി വന്നത്. എന്നാൽ ഇന്ന് സെലൻസ്കിയെ വൈറ്റ് ഹൌസിന്റെ വെസ്റ്റ് വിങ്ങിന്റെ വാതിൽക്കൽ വെച്ച് തന്നെ US പ്രസിഡന്റും അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസും ചേർന്ന് സ്വീകരിച്ച് കൊണ്ടുവരികയായിരുന്നു. പതിവിന് വിപരീതമായി സ്യൂട്ട് ധരിച്ചാണ് സെലൻസ്കി എത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള തമാശ നല്ല അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ പ്രഥമ വനിതയ്ക്കുള്ള ഒരു കത്ത് ഡൊണാൾഡ് ട്രംപിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടന്നുകൊണ്ട് ഇരിക്കുന്നത്. പ്രധാനമായിട്ടും ട്രംപ് പറയുന്നത് യുക്രൈന് ഈ അധിനിവേശ ഭൂമിയിലെ കുറെ ഭാഗം റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അതിന് പകരം ഒരു സുരക്ഷാ ഗ്യാരണ്ടി എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് ട്രംപ് വയ്ക്കുന്നത്. ട്രംപ് അതുമാത്രമല്ല, ഇന്ന് അനൌദ്യോഗികമായി വ്ളാദിമിർ പുടിനുമായിട്ട് സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 5 പ്രകാരം ഒരു സുരക്ഷാ ഗ്യാരണ്ടി അമേരിക്ക നൽകുന്നതിനോട് റഷ്യക്ക് യോജിപ്പാണെന്ന് പറഞ്ഞതാണ്. നാറ്റോ ഗ്യാരണ്ടിയെക്കാട്ടിലും നല്ല ഒരു സുരക്ഷാ ഗ്യാരണ്ടി ആയിരിക്കും ആർട്ടിക്കിൾ 5 കൊടുക്കാൻ പറ്റുന്നത്. ഏതാണ്ട് 32 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ സംഘത്തിൽ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാ രാജ്യങ്ങളെ ആക്രമിച്ചതിന് തുല്യമാണ്. അത് റഷ്യക്ക് അതിനോട് വിയോജിപ്പില്ല എന്ന് പറഞ്ഞത് നയതന്ത്ര തലത്തിൽ തന്നെ പലരെയും അത്ഭുതപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ചർച്ചയുടെ വിശദാംശങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 3 മണിക്ക് യൂറോപ്യൻ നേതാക്കളുമായിട്ടുള്ള സംയുക്ത യോഗത്തിന് ശേഷമായിരിക്കും യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരിക. നിലവിൽ കാര്യങ്ങൾ പോസിറ്റീവായി പോകുന്നു എന്നാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ കൂടിക്കാഴ്ചയെ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.